ഡ്രീം വർക്ക്സ് അടുത്ത ബാങ്ങർ സൂപ്പർ പാടായിട്ടാണ് വന്നിരിക്കുന്നത്. ദ ബാഡ് ഗൈസ് 2. ബാഡ് ഗൈസ് 1 തന്നെ സൂപ്പർ ആയിരുന്നു. അതിലും ഗംഭീരമാണ് ബാഡ് ഗൈസ് 2. എനിക്ക് ആകെ പറയാനുള്ളത് ഡിസ്നി ഡ്രീം വർക്ക്സിനെ കണ്ട് പഠിക്കണമെന്നാണ്. ഡ്രീം വർക്ക്സിന് അറിയാം എങ്ങനെ ഓഡിയൻസിന്റെ തിയേറ്ററോട് കൊണ്ടുവരണം, എങ്ങനെ കഥ പറയണം, ഏതൊക്കെ രീതി കഥ പറയണം എന്നൊക്കെ ഡ്രീം വർക്ക്സിന് നന്നായിട്ട് അറിയാം. അതിന്റെ എക്സാമ്പിൾസ് തന്നെയാണ് വൈൽഡ് റോബോട്ട്, പുസ് ഇൻ ബൂട്ട്സ് ഒക്കെ. അങ്ങനെ അടുത്ത ബെസ്റ്റ് സിനിമ തന്നെയാണ് ദ ബാഡ് ഗൈസ് 2. നല്ല രീതിയിൽ പൊട്ടിച്ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സ്റ്റൈലിഷ് ഹൈസ് കോമഡി എന്റർടൈനർ തന്നെയാണ് ബാഡ് ഗൈസ് 2. പടം തുടങ്ങണത് തന്നെ ബാങ്കർ ആയിട്ടാണ്. വെറും 10 മിനിറ്റിൽ നമ്മൾ ആ ബാഡ് ഗോയ്സിന്റെ വേൾഡിലോട്ട് നമ്മൾ ഇമേഴ്സ് ചെയ്യിപ്പിക്കും. അത്രയും സ്റ്റൈലിഷ് വൈബിംഗ് ഡയറക്ഷൻ തന്നെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനുശേഷം റിയാലിറ്റി കാണിക്കുമെങ്കിൽ പോലും അവിടെ പോലും എന്റർടൈൻമെന്റ് ഫാക്ടർ ഒട്ടും മിസ്സിംഗ് ആവുന്നില്ല. പിന്നെ കുറെ യൂഷ്വൽ സംഭവങ്ങൾ, കുറച്ച് ഡ്രാമാറ്റിക് സീൻസ് അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒന്നും ഓവർ ആവാണ്ട് കറക്റ്റ് അളവിൽ തന്നെയാണ് എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. കുറച്ച് ഡ്രാമ സീക്വൻസ് കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം കുറച്ച് വൺ ലൈനർ കോമഡീസും ഡയലോഗ്സും കുറച്ച് ട്വിസ്റ്റ് ടേൺസ് എല്ലാം കറക്റ്റ് അളവിൽ തന്നെയാണ് റൈറ്റേഴ്സ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഭയങ്കര സ്മാർട്ട് റൈറ്റിംഗ് ആണ്. ഫസ്റ്റ് പാർട്ടിലും അതിന്റെയാണ് എന്നെ മെയിൻലി ഹുക്ക് ചെയ്ത ഒരു മെയിൻ ഫാക്ടർ. കുറച്ച് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ അത്യാവശ്യം കുറച്ച് പ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും അത് അവതരിപ്പിക്കുന്ന രീതിയുണ്ട്. അത് ഫസ്റ്റിലായാലും സെക്കൻഡിലായാലും അത് കണക്ട് ആവുന്നുണ്ട്. പിന്നെ ദ ബാഡ് ഗൈസ് ഗാങ്, അവരുടെ ഇലക്ട്രിഫൈങ് കെമിസ്ട്രിയും ആ ഒരു ഗാങ്ങിന്റെ ആ ഒരു വൈബും അത് ഒരു രക്ഷയില്ല. അത് വേറെ ലെവൽ തന്നെയാണ്. പിന്നെ ഈ സിനിമയുടെ ക്ലൈമാക്സ് അത് വേറെ ലെവൽ തന്നെയാണ്. ഒരു ലീഗ് തന്നെയായിരുന്നു അത്. അത്രയും ഭയങ്കര ആംബിഷ്യസ് ആയിരുന്നു, ഭയങ്കര വിഷനുള്ള ഒരു ക്ലൈമാക്സ് തന്നെയായിരുന്നു. അതിന് ഇത്രയും അടിപൊളിയാക്കേണ്ടത് ഇതിന്റെ മ്യൂസിക് കൂടിയാണ്. മ്യൂസിക് എടുത്തു പറയേണ്ടതാണ്. ഭയങ്കര എനർജറ്റിക്, ഭയങ്കര പമ്പിങ്, ഭയങ്കര ഇലക്ട്രിഫൈങ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ തന്നെയാണ് ഈ സിനിമയുടെ. സോ മ്യൂസിക് ചെയ്ത ഡാനിയലിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അതേപോലെ തന്നെ ഇതിലെ ഡബിങ്, ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സ്, ആ ഒരു ഗ്യാങ്, അവർക്കൊക്കെ ഒരു ജീവൻ കൊടുത്തത് ഇതിലെ അടിപൊളി ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അവർക്ക് എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. തേർഡ് പാർട്ടിന് ഒരു സംഭവമുള്ള രീതിയിലാണ് സെക്കൻഡ് പാർട്ട് എൻഡ് ചെയ്തത്. അങ്ങനെ ഒരു തേർഡ് പാർട്ട് ഉണ്ടെങ്കിൽ കട്ട വെയിറ്റിംഗ് ആണ്. പിന്നെ ആനിമേഷൻ, ആ ഒരു വേൾഡ്, ആ അറ്റ്മോസ്ഫിയർ, ഇതിലെ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡിസൈൻസ് എല്ലാം അടിപൊളിയായിരുന്നു. കാലക്കൻ ആനിമേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതിൽ ആക്ഷൻസ് എടുത്ത് പറയണത് ഭയങ്കര സ്റ്റൈലായിരുന്നു. ഞാൻ പറയുവാണെങ്കിൽ പുസ് ഇൻ ബൂട്ട്സ് 2 എന്ന സിനിമ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റ് ഉണ്ടെങ്കിൽ ബാഡ് ഗൈസ് 2 അത് നെക്സ്റ്റ് തന്നെയായിരിക്കും. ഒരിക്കലും മിസ് ചെയ്യേണ്ട തിയേറ്റർ എക്സ്പീരിയൻസ് വേർത്ത് തന്നെയാണ് ദ ബാഡ് ഗൈസ് 2.